ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള നെക്സലിസം, ആംഡ് നെക്സലിസം നമ്മൾ വിജയകരമായിട്ട് ഇല്ലാതാക്കി. പക്ഷേ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് തുടരുന്നത് ദിമാഗി നെക്സൽസ് ആണ്. അതായത് ഇന്റലക്ച്വൽ നെക്സലിസം, ആശയപരമായിട്ടുള്ള നെക്സലിസം. അതെ, അർബൻ നെക്സലിസം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അത് രാജ്യത്തിന്റെ ഒരു വലിയ ത്രെട്ടായിട്ട് നിലനിൽക്കുന്നു എന്നാണ് ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനെ ഇല്ലാതാക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നെക്സലിസം എന്ന് പറയുന്നത് റൂട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അവർ പാർലമെന്ററി ഡെമോക്രസിയെ ഒട്ടും അംഗീകരിക്കുന്നില്ല. എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ നീങ്ങുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശമൊക്കെ. നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥത്തിൽ നെക്സലിസം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ദിമാഗി നെക്സൽസിന്റെ അനിവാര്യതയുണ്ടോ? ഇവിടെ നക്സലിസത്തിന്റെ റൂട്ട് തന്നെ കമ്മ്യൂണിസമാണ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിസം ആവശ്യമുണ്ടോ എന്നുള്ള ആവശ്യമില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവ് കേരളമാണ്. ഇനി നക്സലിസത്തിന്റെ റൂട്ട് എന്ന് പറയാൻ തുടങ്ങി വയ്ക്കുന്നത് ബംഗാളിലാണ്. ബംഗാൾ നക്സൽബാരി എന്ന സ്ഥലത്തെ ഭൂപ്രഭുക്കളുമായുള്ള സമരത്തിൽ തുടങ്ങിയതാണ്. 2 വ്യക്തികളാണത്, കനു സന്യാളും ചാരു മഞ്ജുദാർ. ഇവരാണ് എൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നത്. പക്ഷെ ഇവർക്ക് വേണ്ട എല്ലാ ഫണ്ടിങ്ങും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്. ചൈനയുടെ 2 കാര്യങ്ങളുണ്ട്. ഇന്ത്യയെ ദുർബലമാക്കുക എന്നുള്ള അൾട്ടിമേറ്റ് എയിമുണ്ട്. അല്ലാണ്ട് ഇവിടെ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമരം എന്നുള്ള ചൈന നടത്തുന്നത്. ചൈനയ്ക്ക് ആവശ്യം ഇന്ത്യയിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യയിലെ പോലീസിൻ്റെയും മിലിറ്ററിയുടെയും പട്ടാളത്തിൻ്റെയും ആഭ്യന്തര അന്വേഷണങ്ങളുടെ മുന ഇവരിലേക്ക് മാറ്റി നിർത്തിയാൽ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ചൈനയ്ക്ക് എന്തും ചെയ്യാം എന്നൊരു ധൈര്യം. ഒരു പ്രശ്നം വന്നാൽ ചൈനയ്ക്ക് വേണ്ടി ലൈലേവ് കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. അതിവിടെ 1962 ചൈനീസ് യുദ്ധകാലത്ത് ഇവിടെ തെളിയിച്ചതാണ്. അന്ന് EMSൻ്റെ ഒരു ഫേമസ് പ്രസ്താവനയുണ്ട്. ലഡാക്കിനെ കുറിച്ചും അക്സായ് ചിനിനെ കുറിച്ചൊക്കെ തർക്കം വന്നപ്പം EMS പറഞ്ഞത് ചൈനയുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന തർക്കഭൂമി എന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് EMS പറയും. ആ ലൈനിൽ, അതിൻ്റെ തീവ്രമായ ലൈനിലേക്ക് മാറിയവരാണ് നക്സലിസം. അത് കഴിഞ്ഞ് ചൈനയെപ്പോലെ തന്നെ മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറുകയും കച്ചവടവും ലാഭവും ബിസിനസ്സുമായുള്ള പാർട്ടി ലൈനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നക്സലൈറ്റുകൾക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിൽക്കാൻ തുടങ്ങി. പക്ഷെ മറുവശത്ത് നക്സലൈറ്റുകളെ ഫോളോ അപ്പ് ചെയ്യുന്ന കമ്മ്യൂണിസം വേറെ ഉണ്ടായിരുന്നു. ബീഹാറിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ആയുധമെടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. അവരെ കൊല്ലാനായിട്ട് ആര് പോയി? പട്ടാളത്തിന് തന്നെ, അമിത്ഷായുടെയൊക്കെ നേതൃത്വത്തിൽ പട്ടാളം തന്നെ ആനിഹിലേഷന് തന്നെ തയ്യാറായി. പലയിടത്തും വെച്ച് ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത്. ബീഹാറിൽ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും, ആയുധം ഉൾപ്പെടെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതിനെ അടിച്ചമർത്തുന്നെന്ന് മോഡി പറഞ്ഞാൽ, അത് ഇല്ലാതാക്കിയെന്ന് മോഡി പറഞ്ഞാൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. അപ്പോൾ പിന്നെ എന്തിനാണ് ദിമാഗി നെക്സൽസിനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ചിദംബരം പറഞ്ഞൊരിക്കുകയാണെങ്കിൽ ഞാനൊരു ദിമാഗി നെക്സലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഇത് ഭയപ്പെടുന്നത്, ഭരണകൂടം ഭയപ്പെടുന്നത് വിമർശനങ്ങളെയാണ്. യഥാർത്ഥത്തിൽ നെക്സലിസത്തെതിരെ ഒന്നുമല്ല മോദി പറഞ്ഞത്, അദ്ദേഹത്തിന് നേരെ വരുന്ന വിമർശനങ്ങളെയാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. അപ്പം നെക്സലിസവും വിമർശനവും രണ്ടും രണ്ടാണോ? ഒരു ആയുധം പോലും ഉപയോഗിക്കാതെ കൊള്ള സംഘങ്ങളെ, ഫൂലാൻ ദേവി പോലുള്ള വീരപ്പനല്ല ഫൂലാൻ ദേവിയിലുള്ള കൊള്ള സംഘങ്ങളെ ഉത്തർപ്രദേശിലും ബീഹാറിലും ആയുധം താഴെ വെപ്പിച്ച പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അതായത് ജയപ്രകാശ് നാരായണനുണ്ട്, വിനോബ ഭാവയ്ക്കുണ്ട്, ഗാന്ധിക്കുണ്ട്. ബംഗാളിൽ കലാപം ഉണ്ടായപ്പോഴത്തേക്കും ഗാന്ധിയുടെ മുമ്പിലേക്ക് വാളും തൂക്കും എല്ലാം കൂടെ കൊണ്ടിടുക ചെയ്തില്ലായിരുന്നു, എല്ലാ മതത്തിൽപ്പെട്ടവരും. അപ്പം ആ ആത്മശക്തിയുള്ള ലീഡർഷിപ്പ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്ന നമ്മുടെ മുമ്പിലുള്ള ഏക ആയുധം മോഡി പറഞ്ഞതുപോലെ ഗവൺമെൻറ് മിഷനറി മാത്രമേ ഉള്ളൂ. നീ ആയുധം താഴെ വയ്ക്കാൻ പറയാൻ പറ്റുന്ന ധാർമ്മിക ശക്തിയുള്ള ഒരു നേതാവ് നമുക്കില്ലാതെ പോയി. അതാണ് നമ്മുടെ വ്യത്യാസം വരുന്നത്. ഇനി ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ, ലോകത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വർഗസമരം എന്ന് പറഞ്ഞൊരു കാര്യം. വർഗസമരത്തിൽ കൂടെ ലോകത്ത് അധികാരത്തിൽ വന്ന ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ഒരു പാർട്ടിയുടെ വർഗസമരത്തിൽ കൂടെ തൊഴിലാളി വർഗം വിപ്ലവം ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു പാർട്ടി പോലും ഇല്ല. പിന്നെ കാർൽ മാർക്സ് പറഞ്ഞു ഇന്ത്യ സ്വയം മുതലാളിത്തം തകരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ആഭ്യന്തര കുഴപ്പങ്ങൾ കാരണം മുതലാളിത്തം സ്വയം തകരുമെന്ന് പറഞ്ഞു. പക്ഷെ തകർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ മുതലാളിത്തമാണോ? അത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ മോഡിയുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇതിനെതിരായിട്ട് സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നത് കൊണ്ട്, വേവറിങ് അല്ലാത്തൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നുകൊണ്ട് നിർദ്ദയം ഇതിനെ അടിച്ചമർത്താൻ പറ്റി. പക്ഷെ മോഡിയോട് എതിർപ്പുള്ളവരെല്ലാം നക്സലിസത്തെ അനുകൂലിക്കും. നക്സലിസത്തിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ, നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ വികാരമായിരുന്നു. അല്ല, അന്ന് ആവശ്യമായിരുന്നു. ആവശ്യമല്ല, അന്ന് ആവശ്യമല്ലേ? അന്ന് ആവശ്യമില്ലായിരുന്നു. അന്നും ആവശ്യമില്ലായിരുന്നു. അന്നും ഇല്ലായിരുന്നേ. അതിനെന്തുകൊണ്ട് ആളുകൾ ആകർഷിക്കപ്പെട്ടു? അതിന്റെ പുറകെ പോയതുകൊണ്ട് അതില്ലാതെ പോയത്.
അതിന്റെ പുറകെ ചോദിച്ചത് ആളുകൾ ആകർഷിക്കപ്പെട്ടത് എന്തുകൊണ്ട്? അത് നല്ല ഇപ്പം SDP പുറകെ ആൾക്കാർ പോകുന്നില്ലേ, അതിന് ബജരംഗദളിന്റെ പുറകെ ആൾക്കാർ പോകുന്നില്ലേ, വാനരസേനയുടെ പുറകെ ആൾക്കാർ പോകുന്നില്ലേ? അതിനെന്താ വെച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അതായത് ത്രസിപ്പിക്കുന്ന ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാന്നു. ആ വികാരത്തിന്റെ പൊള്ളത്തരം മനസ്സിലായില്ല. അവര് ദൈവർ ബീങ് ഫിനാൻസ്ഡ് ബൈ ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനയുടെ പൈസ മേടിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. ഇവരെല്ലാം ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ജീവിച്ചിരിക്കുന്ന നക്സലൈറ്റുകൾ പറയാം. ഫിലിപ്പം പ്രസാദ്, KV ഇവരൊക്കെ ആയിരുന്നു അറിയപ്പെടുന്നത്. അവരൊക്കെ ഇപ്പൊ എന്താ അവരുടെയൊക്കെ പൊസിഷൻ? ഏതെങ്കിലും വിപ്ലവത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ടോ? എന്താ പറയാത്തെ? അവർ സ്വയം മനസ്സിലാക്കി മാറി ഒത്തിരി ലക്ഷങ്ങളുണ്ട് വേറെ. വിവരമില്ലാത്ത ആദിവാസി മേഖലയിൽ, ഗോത്ര മേഖലയിൽ എഴുത്തും വായന അറിയത്തില്ലാത്തവനോട് ഇതാണ് വിപ്ലവം, നിനക്ക് കിട്ടും, ഈ ഭൂമിയെല്ലാം നിനക്ക് കിട്ടാൻ പോവാണെന്ന് പറഞ്ഞ ആ ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രചരിപ്പിച്ചിട്ടാണ് ഉത്തരേന്ത്യയിൽ സ്വാധീനം ഉണ്ടാക്കിയത്. അവകാശം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെയാന്ന് പറയും. ഇവിടുത്തെ മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ? നമ്മൾ പോയും വയലെല്ലാം നമ്മുടേതാകും പൈങ്കളിയെ. എത്ര വയൽ അങ്ങനെയായി? ഭൂരിഷ്കരണം കൊണ്ട് 10 സെന്റ് കിട്ടി, ജീവിക്കാൻ പറ്റിയിട്ടില്ല. മറിച്ച് ബാക്കി ഫോറസ്റ്റ് ഏരിയയിലുള്ളവൻ, തോട്ടമുള്ളവനും അവന് 10, 50, 100 ഏക്കർ കിട്ടി. തോട്ടങ്ങൾ ഒഴിവാക്കി കൊടുത്തു. ആർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചേ? കർഷക തൊഴിലാളിക്കൊന്നും കിട്ടിയില്ലെന്നേ. അവിടുത്തെ കുടികിടപ്പുകാരനായിട്ടുള്ള മുതിർന്ന ജാതിക്കാരന് കിട്ടി, ഈഴവര്, നായർ, ക്രിസ്ത്യാനിക്കൊക്കെ കിട്ടി. കർഷക തൊഴിലാളിക്ക് വളരെ തുച്ഛമായ 10 സെന്റ് ഭൂമി. അവിടെ അവനതും കൊണ്ട് എങ്ങനെ ജീവിക്കുന്നെങ്ങനെ? ആ തൊഴിലില്ലെങ്കിൽ ജീവിതം. ഒന്നും ഇല്ലാത്തവന് 10 സെന്റ് ഭൂമി കിട്ടി കഴിഞ്ഞാൽ വലിയ അല്ല, അവൻ അതിൽ കൂടുതൽ അവകാശപ്പെട്ടാണ്. ഒരു വേറെ ഒന്നുമില്ലാത്തവനെ അങ്ങനെയല്ല, വേറൊരു സ്ഥാപനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലല്ല, വേറൊരു സ്ഥാപനത്തിൽ നമ്മൾ സ്ഥിരമായ ജോലിക്ക് ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് മാറേണ്ടി വന്നാൽ, അല്ലെ പറഞ്ഞു വിടേണ്ട സാഹചര്യത്തിൽ ഒരു കോമ്പൻസേഷനെങ്കിലും കിട്ടും. അതിന് ഒന്നുമില്ലെന്നേ. ഇത് എത്രയോ വർഷമായിട്ട് അവൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവന് നിയമപരമായി അവകാശപ്പെട്ടതോ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ അത് താൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒന്നുമില്ലാത്തവന് 10 സെന്റ് വലിയ കാര്യം. അതെ, വലിയ കാര്യം. അതിനാണ് ഇവിടെ കിറ്റ് എന്ന് പറയുന്ന സാധനം. അതാ പിണറായി വിജയൻ ഇവിടെയും ചെയ്തത്. പട്ടിണി കിടക്കുന്നതിന് ഒരു സ്വല്പം കഞ്ഞി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ പ്രാവശ്യം കൊടുക്കുള്ളൂ, സ്ഥിരം കൊടുക്കുമോ? 10 സെന്റ് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ കാര്യം നോക്കിയോ? കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യതയുള്ള ഒരു രാഷ്ട്രമായിരുന്നു. അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു ആദ്യകാലത്തല്ല. ഈ പട്ടിണി പാവങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് ആര് ഉപയോഗിച്ചു? ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഏത്? ടാറ്റ, ബിർള, ഡാൽമിയമാരെ പോറ്റി വളർത്തിയ കോൺഗ്രസ്, മുതലാളിമാരെ വളർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയും അതിൽ ആകൃഷ്ടരായി കുറേ ചെറുപ്പക്കാർ ചേർന്നു. അതിലും തീവ്രവാദികളുള്ളത് ഇതിൻ്റെ പുറകെ പോയി. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ നെക്സലിസം എന്തുകൊണ്ട് ഇന്ത്യയിൽ രൂപപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അന്നത്തെ ലാൻഡ് ലോർഡുകൾ, ഇവർക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിയെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മാവോയിസത്തിൽ നിന്നാണ് ഈ നെക്സലിസം റൂട്ട് ചെയ്യുന്നത്. ഇവിടെ അതിന് ഇവരോട് ചോദിക്കാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന സമഗ്രാധിപത്യം, ചൈനയിൽ അവർ നടത്തുന്ന സമഗ്രാധിപത്യമാണല്ലോ. ഈ സമഗ്രാധിപത്യത്തിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് ഈ നക്സലുകൾക്ക് പറ്റൂ? അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു ചെറു വിരലക്കാനായിട്ട് ഇവർക്ക് പറ്റൂ? അവരതിന്റെ പൈസ മേടിച്ച് രാവിലെ ഇവർ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമഗ്രാധിപത്യത്തിനെതിരെ പോരാടുകയും ഇവർ മറ്റൊരു സമഗ്രാധിപത്യം രൂപപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവര് തൊഴിലാളി വർഗ സമഗ്രാധിപത്യം പറയുന്നത്, മനസ്സിലായോ? അത് തൊഴിലാളി സമഗ്രാധിപത്യം ഉണ്ടല്ലോ അതിൽ. തന്നെയായാലും സമഗ്രാധിപത്യം ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പ്രിൻസിപ്പിൾ തന്നെ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. കേന്ദ്രീകൃത ജനാധിപത്യം, സെൻട്രലൈസ്ഡ് ഡെമോക്രസി. കേന്ദ്രീകൃത ജനാധിപത്യം എന്നാൽ തന്നെ തീർന്നില്ലേ? മോളിൽ നിന്ന് സെക്രട്ടറി ഒരു പാനൽ ഇങ്ങോട്ട് കൊണ്ടുവരും, അത് ഇവിടെ വരെ താഴെ തൊട്ട് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ഒക്കെ അടിച്ച് പാത്താക്കി വിടുക, അത്രേ ഉള്ളൂ. കേന്ദ്രീകൃത ജനാധിപത്യം ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇപ്പം കോൺഗ്രസിലായിരുന്നെങ്കിൽ ഇപ്പം വിഴിഞ്ഞം പ്രശ്നത്തിൽ സതീശൻ ഒപ്പിട്ട, അല്ലെ PMCയിൽ ഒപ്പിടുകയോ വേണ്ടി എന്നുള്ള തീരുമാനത്തിൽ കോൺഗ്രസിൽ എത്രയോ ഭിന്ന അഭിപ്രായം വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വരുമോ? ജനാധിപത്യത്തിൻ്റെ മെച്ചം അവിടെയാണ്. മോഡിക്ക് ഇതുവരെ ജനാധിപത്യ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ വരെ ഇവിടെ പോകാൻ പറ്റിയിട്ടുണ്ട്. മോഡി ഇപ്പോൾ ലാസ്റ്റ് എന്നോട് ചോദിച്ചാൽ, മോഡി ലാസ്റ്റ് അധികാരത്തിലിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ കൂടിയാണ്, ഒരു ഇലക്ഷനിൽ കൂടിയാണ് മോഡി ഇരിക്കുന്നത്. അല്ലാണ്ട് പട്ടാളഭരണം നടത്തിയ, വിപ്ലവം നടത്തിയല്ല ഉണ്ടായത്. ഇപ്പം അദ്വാനിക്ക് വേണ്ടി അന്ന് ഭയങ്കര കലാപങ്ങൾ ഉണ്ടാക്കായിരുന്നു. രഥയാത്ര നടത്തി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കൂടെ ചെന്നത്. അവരുടെ കയ്യിലേക്ക് ഓരോ തോക്കും വാളും കൊടുത്തിട്ട് പിടിച്ചോ സെക്രട്ടേറിയറ്റിലേക്ക് പൊക്കോളാൻ പറഞ്ഞാൽ പോകുമായിരുന്നു. അന്ന് പോകുമായിരുന്നു. അതുപോലെ വികാരപരമായിരുന്നു. അപ്പം അതൊന്നും പോകാതെ ഒരു ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ സഹിഷ്ണുത ഇല്ലായ്മയുടെ കാരണം. അതാണ് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കിയ, അസ്ഥിരപ്പെടുത്താൻ നോക്കിയ എല്ലാ പരിപാടികളും യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് നോക്കി, ഇൻഡയറക്റ്റായിട്ട് നോക്കി, അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പരാജയപ്പെടുകയാണ്. പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിട്ട് പോലും, അതുകൂടെ ഓർക്കണം, ചൈന
ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യം, അമേരിക്കയുടെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ണർ ആരായപ്പോൾ? അതെ, ആരാ? ചൈനയാണ്. അമേരിക്ക രാജ്യ സോഷ്യലിസ്റ്റോ കമ്മ്യൂണിസ്റ്റോ എല്ലാം ആണോ? അല്ല, ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. ലോകത്തിലെ അവരുടെ നേതാവാണ്. അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ചൈന കച്ചവടം ചെയ്യും. ചൈനയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ഇവിടെ നടക്കുന്ന സഹാക്കൾ അമേരിക്ക മുർദാബാദ്, അമേരിക്ക മുർദാബാദ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം. അതായത് ഇത്രയാണ് ബേസിക്. ഇതാണ് ഒരു സമഗ്രാധിപത്യത്തിനെതിരെ പോരാടുകയും മറ്റൊരു സമഗ്രാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന വിഡ്ഢിത്തമാണ് യഥാർത്ഥത്തിൽ ഇവർ പിന്തുടരുന്ന ആശയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യുക, ബ്രേക്കിംഗ് ഇന്ത്യ, ഇന്ത്യയെ ബ്രേക്ക് ചെയ്യുക. അതെ, മറ്റു രാജ്യം നമ്മളുടെ ഇപ്പം നേരത്തെ ഒരു ഓദർ പറഞ്ഞ പോലെ എന്താണ്, ഇസ്രായേലിന് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട് ജനിച്ചപ്പോ തൊട്ട്. അതേപോലെ ഇന്ത്യക്ക് ചുറ്റും ഉണ്ട് ശത്രുക്കൾ. ഇന്ത്യയുടെ എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉടക്കാം. അയൽപക്കത്തെ എല്ലാ രാജ്യങ്ങളും, ശ്രീലങ്കയായിട്ട്, ബർമയായിട്ട്, നേപ്പാളുമായിട്ട്, ബംഗ്ലാദേശായിട്ട് എല്ലാ രാജ്യങ്ങളായിട്ടും ഉടക്കാം. അല്ല, കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അംഗീകരിക്കാനായിട്ട്, ഈ യൂണിറ്റിയും ഡൈവേഴ്സിറ്റി ആണല്ലോ ഇന്ത്യയെ ഈ പല സംസ്കാരങ്ങൾ ഉണ്ടായിട്ടും പല ഭാഷകൾ ഉണ്ടായിട്ടും ഒന്നിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകം. ഇപ്പം എന്താണ്, ഇന്ത്യ രൂപീകരിക്കുന്നതിന് 1947 മുമ്പ് തന്നെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ സാംസ്കാരികപരമായിട്ടുള്ളൊരു യൂണിറ്റി ഉണ്ടല്ലോ, അത് ഈ നാടിനുണ്ടായിരുന്നു, ഭാരതത്തിനുണ്ടായിരുന്നു. അതാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ ഒരു മഹനീയത എന്ന് പറയുന്നത്. ഈ സാംസ്കാരികപരമായ യൂണിറ്റി, ഏകതയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് ഈ സാറ് പറഞ്ഞ പോലുള്ള മറ്റ് രാജ്യങ്ങൾക്ക്, പ്രധാനമായിട്ടും ചൈന പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിസ്റ്റ് ചിന്താഗതി പിന്തുടരുന്ന ആളുകൾക്കുള്ളത്. അപ്പം മോദി പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തില് നാട്ടിൽ, അതായത് ഈ രാജ്യത്ത് കലാപവും അൺട്രസ്റ്റും ഉണ്ടാക്കാൻ ഈ നക്സൽ ചിന്തകൾ, ബുദ്ധിജീവികൾ ശ്രമിക്കുന്നു, അതുകൊണ്ട് അവരെ തടയണമെന്നുള്ളതാണ്. ആംഡ് നക്സലിസത്തെ നമുക്ക് കുറേയെന്നല്ല 95% നമുക്ക് ഇല്ലാതാക്കാൻ പറ്റി. പലരും വന്ന് സ്വയം കീഴടങ്ങുന്നു. അതിനുള്ളൊരു മിഷൻ തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിജയകരമായിട്ട് പൂർത്തിയായി. ഇനിയുള്ളത് ഈ ആശയം, ബുദ്ധിജീവികൾ ഒരുപാടുണ്ട്, അർബൻ നക്സലുകളുണ്ട്, ഇവരെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ബുദ്ധിജീവികൾ നമുക്ക് അവരങ്ങ് ക്ലെയിം ചെയ്യുന്നതാണ്. അവർ നമ്മളെ ബുദ്ധിജീവികളായിട്ട് അംഗീകരിക്കുന്ന പ്രശ്നം തീർന്നു. പിന്നെ രണ്ടാമത്, ഇന്ത്യക്കുള്ള പേടി, ചൈനയ്ക്കും പാകിസ്ഥാനൊക്കെ ഇന്ത്യക്കുള്ള പേടി, ഇവരുടെ കണ്ടില്ല മനുഷ്യരെല്ലാം ഓരോ കിളിക്കൂടി കിടക്കുക. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല എന്നാണ്. യഥാർത്ഥ പൗരസ്വാതന്ത്ര്യം എന്താണെന്ന് ഈ ജനങ്ങൾക്ക് അറിയത്തില്ല. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ, അല്ലെ ഇന്ത്യക്കാരായിട്ട് കൂടുതൽ ബന്ധപ്പെടുമ്പോൾ പൗരസ്വാതന്ത്ര്യം എന്താണെന്ന് ആരറിയും? അവരുടെ ജനങ്ങളറിയും. പാകിസ്ഥാനിലെയും ഇറാനിൽ പോലും കലാപം ഉണ്ടായി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കലാപങ്ങൾ മറ്റു രാജ്യങ്ങൾ കണ്ടുപിടിച്ചാണ് വരുന്നത്. അതുപോലത്തെ കലാപങ്ങൾ ചൈനയിലും പാകിസ്ഥാനിലും ഉണ്ടാകും എന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. പോയോക്കയിൽ അത്തരം സമരങ്ങൾ ഉണ്ടാകും എന്നുള്ള പേടി ഇന്ത്യയെക്കുറിച്ചുണ്ട്. ഈ നക്സലുകൾ എന്നെങ്കിലും താലിബാനിൽ നടക്കുന്ന വൃത്തികേടുകളെ പറ്റി മിണ്ടിയില്ല. താലിബാനിൽ സ്ത്രീകള് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. ഇറാനിൽ അങ്ങനെ സംഭവിക്കുകയാണ്. സിറിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ലെബനൻ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ വലിയ കലാപങ്ങളാണ്, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ നക്സൽ ബുദ്ധിജീവികൾ ഈ നാടുകളിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്, അതിനെതിരെ പ്രതികരിക്കാത്തത്? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത് ഇവർ രണ്ടുപേർക്കും തുല്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവർ രണ്ടുപേരും തോക്കിൻ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്നുള്ളതാണ് ISISന്റെയും അതോടൊപ്പം തന്നെ നക്സലൈറ്റുകളുടെയും മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ ബന്ധുക്കളാണ് അടിസ്ഥാനപരമായിട്ട്. അങ്ങനെ തന്നെയാണ്. രണ്ടും മതമാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് മതമാണ് പ്രശ്നം. അത് ഇവിടെയും അപ്ലിക്കബിൾ ആവാം. മതവും പൗരോഹിത്യവും സമൂഹത്തിന് ചെയ്യുന്ന, മനുഷ്യന് ചെയ്യുന്ന ദ്രോഹം. ഉദാഹരണം നമ്മൾ ജസ്റ്റ് അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ മധ്യേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് എത്ര ലക്ഷം പേര് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുക. ഇസ്രായേലിൻ്റെ ജനസംഖ്യക്കാർക്കുള്ള ആൾക്കാർ ഇപ്പോൾ മരിച്ചു കഴിയും. ഇസ്രായേലിലുള്ള ജനസംഖ്യകൾ മരിച്ചു കഴിയുക. എന്നിട്ടും പിന്നെ ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് സ്വർഗ്ഗരാജ്യം എന്ന് പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുനടക്കുക. അത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. സോഷ്യലിസം ലോകത്തൊരു ഇതുവരെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം ഉണ്ടായിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യം പോലും ഉണ്ടായിട്ടില്ല. സോഷ്യലിസ്റ്റ് എന്ന് ക്ലെയിം ചെയ്യുന്നേ ഉള്ളൂ. പട്ടാള ഭരണമാണ് എല്ലായിടത്തും. പട്ടാളത്തിൻ്റെ ശക്തിയിലുള്ള ഭരണമല്ലാതെ ജനശക്തിയിലുള്ള ഭരണം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലുമില്ല. ഇലക്ഷൻ നടക്കുകയില്ല, ഒരിക്കലും നടക്കില്ല. അവർ കൊണ്ടുവരും ഇന്നൊരു നേതാവ്. അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ, വിശിഷ്യ ലെഫ്റ്റ് എന്ന് സ്വയം മേനി നടിക്കുന്ന പല ആളുകളും അല്ലെങ്കിൽ നക്സലുകൾ, അത് കുറച്ചും കൂടി തീവ്ര വിഭാഗം, ഇവരെന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലെ, പ്രധാനമായിട്ടും താലിബാനിലെ
അല്ലെങ്കിൽ ഇറാനിലുള്ള ഭരണകൂട ഭീകരതയെ കുറിച്ചിട്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ്. ആ ബന്ധു എന്ന് പറയുന്നത് സെമിറ്റിക് ആണ്. സെമിറ്റിക് മത കൾച്ചർ